എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ ഞാൻ ഒരു ദിവസം ചെന്നപ്പോൾ പുള്ളി ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലെ ഒരു ഓഡിയോ യൂട്യൂബിൽ വഴി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതെനിക്ക് ആദ്യമേ ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നിയെങ്കിലും പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചു. ഈ ഒരു മെമ്മറി കുറേ നാളുകൾക്ക് ശേഷം എന്നെ ഒരു റിസൾട്ടിലാണ് എത്തിച്ചേർത്തത്. അതായത് 70 മുതൽ 90% ആൾക്കാരെ സൗണ്ട് നല്ലതായി പെർസീവ് ചെയ്യുന്നുള്ളത്. സോ ഈ വീഡിയോ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ്. എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷണൽ സ്റ്റേറ്റിനെയും ബിഹേവിയറിനെയും മെമ്മറിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെ അതിനെ ചെറുതായി കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോ. ഈ കഥയിലെ മെയിൻ നായകൻ സൗണ്ട് വേവ് ആണ്. സൗണ്ട് വേവ് നമ്മുടെ ഇയറിൽ ചെന്ന് തട്ടി അവിടെ പൊട്ടാഷ്യം, കാൽഷ്യം, പോസിറ്റീവ് അയൺസ് തമ്മിൽ വല്ലാത്തൊരു അടിപിടി റിയാക്ഷൻ ഉണ്ടായി. അത് ന്യൂറോ സിഗ്നൽസ് ആയിട്ട് മാറും. അപ്പോൾ ഇത് ഫ്ലാഷ് ബാക്ക് ആയിട്ട് ഇവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ കാണിക്കുന്ന ബ്രെയിൻ വേവ്സിൻ്റെ ഈ പിക്ചറിൽ നമ്മളുടെ ഓരോ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള നമ്മളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ കാണിക്കുന്നു. അപ്പോൾ എങ്ങനെ ഈ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നമുക്ക് അറ്റൈൻ ചെയ്യാം? അപ്പോൾ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് യു ബൈനോറൽ ബീറ്റ്സ്. ഇതൊരു തരം ഒരു ബ്രെയിൻ എൻ്റർടൈൻമെൻ്റ് ആണ്. പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഫ്രീക്വൻസിനെ നമ്മൾ കേട്ടുകൊണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള ബ്രെയിൻ വേവ്സിനെ നമ്മൾ അറ്റൈൻ ചെയ്യുക. അപ്പോൾ ബൈനോറൽ ബീറ്റ്സ് ഇങ്ങനെ ആക്റ്റീവ് എന്ന് വെച്ചാൽ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റീരിയോസ് ഉള്ള ഹെഡ്ഫോൺസിൽ ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് പ്ലേ ചെയ്യുക. അതായത് ഫ്രീക്വൻസി 1 ഇവിടെയും ഫ്രീക്വൻസി 2 ഇവിടെയും പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് ആയിട്ട് വരുന്ന ഫ്രീക്വൻസി നമ്മുടെ ഇയറിലൂടെ ന്യൂറോൺ സിഗ്നൽസായി ചെന്ന് പർട്ടിക്കുലർ ബ്രെയിൻ വേവ്സിനെ ആക്ടിവേറ്റ് ആക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അറ്റൈൻ ചെയ്യാൻ പറ്റും. ന്യൂറോൺ സിഗ്നൽസ് നമ്മുടെ ലിംബിക് സിസ്റ്റത്തിലെ ഓരോ പാർട്സുമായിട്ട് സിങ്ക്രണൈസ് ആയി പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഫങ്ഷൻസ് നമ്മൾ അറ്റൈൻ ചെയ്യും. സോ ഫൈൻഡ് യുവർ പീസ് ഫ്രീക്വൻസി.